അലക്സാണ്ടർ ഒരു വഴിയോര കച്ചവടക്കാരനായിരുന്നു. വിവാഹം കഴിഞ്ഞ് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ക്ലാര ജനിക്കുന്നത്. ക്ലാരയുടെ ജനനത്തോടെ തൻ്റെ ഭാര്യ മരിച്ചുപോയി. അലക്സാണ്ടർ ആയിരുന്നു ക്ലാരയുടെ അച്ഛനും അമ്മയുമെല്ലാം. പഠനത്തിൽ ക്ലാര അതിസമർത്ഥയായിരുന്നു. എന്ത് ത്യാഗം സഹിച്ചും മകളെ പഠിപ്പിക്കുന്നതിൽ അലക്സാണ്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സൂര്യനുദിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഓരോ ദിവസത്തെയും ഗൃഹജോലികൾ പൂർത്തീകരിച്ച് കച്ചവടത്തിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി പുലരുമ്പോഴേക്കും അയാൾ റോഡ് വക്കിലെത്തുമായിരുന്നു. അങ്ങനെ കഠിനാധ്വാനം ചെയ്തും പട്ടിണി കിടന്നും അയാൾ മകളെ പഠിപ്പിച്ചു. മികച്ച മാർക്കോടെ +2 പാസ്സായ അവൾക്ക് US പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പും ലഭിച്ചു. പക്ഷേ അവൾക്ക് US പോകുവാൻ പണമില്ലായിരുന്നു. തനിക്ക് ആകെ ഉണ്ടായിരുന്ന അല്പസ്ഥലവും വീടും വിറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. എയർപോർട്ടിൽ നിന്ന് തൻ്റെ മകളെ കയറ്റി വിടുമ്പോൾ അയാൾ ഹൃദയം നൊന്ത് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. അങ്ങനെ 8 വർഷങ്ങൾ കഴിഞ്ഞ് ക്ലാര ഒരു ഡോക്ടറായി മടങ്ങി വന്നു. അവൾ തൻ്റെ പിതാവിനെ ആലിംഗനം ചെയ്തു. താൻ കൊണ്ടുവന്നിരുന്ന വിശേഷപ്പെട്ട മോതിരം അവൾ പിതാവിൻ്റെ വിരലിൽ അണിയിച്ചു. തുടർന്ന് അവൾ ഇപ്രകാരം പറഞ്ഞു: "പപ്പ, ഇതുവരെയും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഇനി ഞാൻ പപ്പയെ നോക്കിക്കോളാം." അന്നു മുതൽ അവൾ പിതാവിനെ കച്ചവടത്തിനായി അയച്ചില്ല. സന്തോഷത്തോടെ അയാൾ ക്ലാരയുടെ സംരക്ഷണത്തിൽ വിശ്രമ ജീവിതം നയിച്ചു. ഏതൊരു വ്യക്തിയുടെയും ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരു ത്യാഗത്തിൻ്റെ കഥയുണ്ട്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ സഹിക്കുന്ന ത്യാഗം ഒരുപക്ഷെ ഒരു ത്യാഗമായി ആരും കാണാറില്ല. പക്ഷേ അതൊരു ത്യാഗമാണ്. ആ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുള്ളവർക്ക് മാത്രമേ ആ ത്യാഗത്തിൻ്റെ തീഷ്ണത മനസ്സിലാവൂ. മക്കളോടുള്ള സ്നേഹമാണ് അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അതേപ്രകാരം മറ്റുള്ളവരെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സ്നേഹിക്കേണ്ടത് ഒരു ഉത്തമ പൗരൻ്റെ കടമയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ത്യാഗം സഹിക്കുവാൻ കഴിയും. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗം സഹിപ്പാൻ പ്രേരിപ്പിക്കുന്ന ദൈവിക സ്നേഹത്തിൻ്റെ ഉടമകളായി ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്ന് യേശുവും നമ്മെ പഠിപ്പിക്കുന്നു.